ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസുള്ള ഇന്ത്യയിലെ ഏക വനിത എന്ന നിലയിൽ വാർത്താ താരമായ ഏങ്ങണ്ടിയൂരിലെ രേഖ കാർത്തികേയന്റെ ചേറ്റുവ അഴിമുഖത്തെ വീട്ടിലേക്ക് കടലാക്രമണം. കിടപ്പാടം ഏതു നിമിഷവും കടലെടുക്കുമെന്ന ഭീതിയിലാണ് കുടുംബം പോറ്റാൻ 2013 മുതൽ ആഴക്കടലിലേക്ക് ബോട്ടോടിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന രേഖ. 2017 ഓഖി കടൽ ചുഴലി വന്നതിനുശേഷം ഈ പ്രദേശത്തേക്ക് കടലാക്രമണം വർദ്ധിച്ചു. അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും വേലിയേറ്റവും മൂലം കടൽ കരയിലേക്ക് ഇരച്ചുകയറുന്ന പ്രതിഭാസം വർദ്ധിച്ചു. കുന്നുകണക്കിന് മണലുമായാണ് കൂറ്റൻ കടൽ തിരകൾ എത്തുന്നതെന്നാണ് രേഖ പറയുന്നത്. വീട്ടിലേക്ക് വരെ തിരയെത്തുന്ന സ്ഥിതിയായി. കടൽ വെള്ളം കെട്ടിനിന്ന് തറയും ചുമരും ദ്രവിച്ചു. ചോർച്ചയുള്ള വീട് ഏതു നിമിഷവും നിലംപൊത്താമെന്ന നിലയിലാണ്. ഹൃദ്രോഗം മൂലം ബുദ്ധിമുട്ടുന്ന ഭർത്താവ് കാർത്തികേയനും 4 പെൺമക്കൾക്കുമൊപ്പമാണ് രേഖ ഈ വീട്ടിൽ കഴിയുന്നത്. അപകടാവസ്ഥയിലുള്ള വീട്ടിൽ താമസിക്കരുതെന്ന് വാർഡ് മെമ്പർ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാനുള്ള വരുമാനമില്ലാത്തതിനാൽ മാറി താമസിക്കാനായില്ല. 2 വർഷം മുൻപ് കടലാക്രമണത്തിൽ രേഖയുടെ മത്സ്യബന്ധന വള്ളം തകർന്നുപോയിരുന്നു. ഉപജീവനമാർഗം ഇല്ലാതായതോടെ ക്ലേശിച്ച കുടുംബത്തിന് RK രവിയും നടൻ TG രവിയും ഇടപെട്ട് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ടെക്കോസയിലെ ചില അംഗങ്ങൾ വള്ളം വാങ്ങിക്കൊടുത്തു. കടൽ രേഖ എന്നാണ് രേഖയുടെ വള്ളത്തിന്റെ പേര്. ഇപ്പോൾ ഈ പ്രദേശത്ത് കടലാക്രമണ ഭീഷണിയില്ലാത്ത 5 സെന്റ് സ്ഥലം വാങ്ങി ചെറിയൊരു വീട് നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിലാണ് രേഖയുടെ കുടുംബം. എന്നാൽ കഞ്ഞിക്കുള്ള വരുമാനത്തിന് ക്ലേശിക്കുന്ന ഇവർക്ക് സുരക്ഷിതമായ വീട് സ്വപ്നം മാത്രമാണ്. സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രേഖയും കുടുംബവും. കേരളത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം ഇനി നിങ്ങളുടെ സ്വന്തം സീമാസിൽ. തൃശൂർ, അങ്കമാലി ഷോറൂമുകൾ ഇന്നു തന്നെ സന്ദർശിക്കൂ.